ഹലോ, ഇന്ദിരാഭവനല്ലയോ? ഇത് കോട്ടയം ഡിസിസിന്നാ. സാറേ ഇവിടെ എല്ലാം സ്ട്രോങ്ങാ. ഒരു ടെൻഷനും വേണ്ടാന്നേ. വികസനത്തിനെതിരെ നല്ല ക്യാപ്സ്യൂള് പിള്ളേര് വാട്സപ്പ് വഴി ഇറക്കുന്നുണ്ട്. ഹൈടെക് സ്കൂളിൽ ബ്ലാക്ക് ബോർഡ് ഇല്ല. സർക്കാർ ആശുപത്രിയില് ഡെറ്റോളിന്റെ മണമില്ല. പുതിയ ഹൈവേയിലെ ടാറിന് കളറില്ല. പിന്നെ പവർ കട്ട് നിർത്തലാക്കിയത് ആഗോളതാപനം കൊണ്ടാണെന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം. പിന്നെ ഈ വികസനം നടത്തുന്നതൊക്കെ നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെയും നിയമസഭയുടെയും ആധാരം പിണറായി വിജയൻ സിംഗപ്പൂര് കൊണ്ടുപോയി 12 രൂപ പലിശയ്ക്ക് പണയം വെച്ചിട്ടാന്ന് വീട് തോറും കേറി പറയുന്നുണ്ട്. സാറന്മാര് ടെൻഷൻ അടിക്കണ്ട, വോട്ടെല്ലാം ഇനി മറിയുന്നേ. മുതുക്കന്മാരോടോ? മുതുക്കന്മാരോട് പറഞ്ഞേക്കുന്നതേ 2000 രൂപ പെൻഷൻ മേടിച്ചാ നിങ്ങള് മരിച്ചു പോകുമ്പോ നിങ്ങളുടെ സ്വത്തെല്ലാം സർക്കാർ കണ്ടുകെട്ടുവെന്ന്. പിന്നെ നമ്മള് കല്ലിട്ടിട്ടല്ലയോ ഇവന്മാര് തട്ടടിച്ചെന്ന് പറയുന്നേ. അതുകൊണ്ട് ആ എടയ്ക്കൽ ഗുഹയുടെയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെയും ശബരിമലയുടെ എല്ലാത്തിന്റെയും കല്ലിട്ടത് നമ്മുടെ ചാണ്ടി സാറാണെന്നും പിള്ളേരങ്ങോട്ട് പറയുന്നുണ്ട്. ആ ഉവ്വേ. ഉവ്വ് ഉവ്വ് ഉവ്വേ. പേടിക്കണ്ടാന്നേ. പിന്നെ വിളിച്ചത് എന്തുവാന്ന് വെച്ചാല് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ ഇലക്ഷൻ പ്രചരണം തുടങ്ങിയപ്പോ തെക്കോട്ട് പോയവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ചെന്നിത്തല സാറാന്നാ പറഞ്ഞെ. വടക്കോട്ട് പോയവര് വി.ഡി സാറാണെന്ന്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോയവര് മുല്ലപ്പള്ളി സാറും വേണുഗോപാൽ സാറും ആണെന്നാ പറഞ്ഞേക്കുന്നെ. അപ്പൊ പിന്നെ മുരളീധരൻ സാറിന്റെ പേര് എങ്ങും പറയാൻ പറ്റിയിട്ടില്ല. കുഴപ്പമുണ്ടോ? അത് സൂക്ഷിക്കാമേ. പിന്നെ ഫ്ലെക്സ് അടിക്കുന്ന ചെറുക്കന്മാർക്ക് ഒരു സംശയമുണ്ട്. ഈ 5 മുഖ്യമന്ത്രിമാരുടെയും കൂടെ ഫോട്ടോ വെച്ചാ പിന്നെ എം.എൽ.എ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോ വെക്കാൻ സ്ഥലമില്ലെന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഒരാളെയെങ്കിലും ഒന്ന് കുറച്ചു തരാൻ പറ്റുമോന്ന് ചോദിക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ ഒരു പഞ്ചഭുജം അടിച്ചിട്ട് എല്ലാരും ഓരോ മൂലയ്ക്ക് തട്ടിയിട്ട് നടുക്ക് സ്ഥാനാർത്ഥിയെ വെച്ചാലോന്ന് ചോദിച്ചു. പക്ഷെ നടുക്കിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നേതാക്കന്മാര് തമ്മിൽ അടിയാവോ?